അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നിയമപരമായി വേണ്ടത് ചെയ്യുമെന്ന് മന്ത്രി വീണ ജോർജ്. DNA സാമ്പിൾ റിസൾട്ട് ലഭിക്കാൻ 72 മണിക്കൂർ വേണ്ടിവരും. ഇന്ന് വൈകുന്നേരം സഹോദരങ്ങൾ ഗുജറാത്തിലേക്ക് പോകുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. രഞ്ജിതയെ അപമാനിച്ച തഹസിൽദാർക്ക് എതിരെ നടപടി. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് മേടിച്ച് ആ ഫയലിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവ് ഇറങ്ങി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം പ്രവണതകളൊന്നും ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. സാധാരണ നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല, മനുഷ്യത്തുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല. ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തുടർന്ന് തീരുമാനിക്കും. രഞ്ജിതയെ അധിക്ഷേപിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്റെ നടപടി മനുഷ്യത്വരഹിതമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുകയെന്ന് മന്ത്രി ചോദിച്ചു. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? അത് ഞാൻ കണ്ടില്ല, എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല. PV അരുണും KV ബൈജുമാണ് ചേരുന്നത്. അരുൺ, രണ്ട് മന്ത്രിമാരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് സർക്കാർ അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നുവെന്ന്. എന്താണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ കൂടുതൽ ദുരന്തത്തിന്റെ വേദനയിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു ലോകത്തിന്റെ മുമ്പിൽ ഇത്തരത്തിൽ അപഹാസ്യമായിട്ടുള്ള അവഹേളനപരമായിട്ടുള്ള പ്രസ്താവനകളെ ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതിനു മുമ്പ് ഇയാൾ ഇത്തരം സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളാണ്, നടപടി നേരിട്ടുള്ള ആളുമാണോ? ഞാൻ നേരത്തെ മനസ്സിലായത് ഇത് കാണുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറയുന്നതും നടപടി എന്ന് പറയുന്നതും ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് കണ്ടിട്ടും പഠിച്ചില്ലെങ്കിൽ പിന്നെ കുറെ കൂടി ഗൗരവമായിട്ട് ആ സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഇപ്പോൾ സാധാരണ ഒരാളെ അപമാനിച്ചതുപോലെയുള്ള ഒരു നടപടിയായിട്ട് നിൽക്കില്ല. പ്രത്യേകിച്ച് ഇത്തരം ഒരു ദുരന്തം ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും ലോകം മുഴുവൻ വളരെ വേദനയോടെ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ ഘട്ടത്തിൽ കേരളത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ നടപടി. അത് ആ അർഹിക്കുന്ന അളവിൽ തന്നെ അതിന്റെ തുടർ നടപടികളും ഉണ്ടാകും. അഭിലാഷ്, അത് തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ. അദ്ദേഹം ഈ പോത്തുകലിൽ പ്രചരണ തിരക്കിലാണ്. അതിനാണ് ഈ വിഷയം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അടിയന്തര നടപടിക്ക് സസ്പെൻഷനാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി. ഒരു കാരണവശാലും അംഗീകരിക്കാനാകുന്ന ഒരു പരാമർശമല്ല അയാൾ നടത്തിയതെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. തുടർ നടപടി ഉണ്ടാകും. നേരത്തെ ബൈജുക്ക് റിപ്പോർട്ട് ചെയ്ത പോലെ ഇയാൾ ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകും. സാധാരണ ഒരു അവഹേളന പരാമർശം മാത്രമായി ഇത് കാണാൻ കഴിയില്ല. കാരണം രാജ്യം ഒന്നടങ്കം നടങ്ങിയ ഒരു സംഭവം, അതിൽ ഒരു മലയാളി ഉൾപ്പെടുന്നു. ആ മലയാളിയെയാണ് ഈ രീതിയിൽ അപമാനിച്ചത്. നാണക്കേട് സംസ്ഥാനത്തിന് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടി ഇയാൾക്കുണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നൽകുന്നത്. അതാണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണമാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്. അതായത് വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയായിരുന്നു. മന്ത്രി പറഞ്ഞത് അനുസരിച്ച്, റവന്യൂ മന്ത്രി പറഞ്ഞത് അനുസരിച്ച് ഇപ്പോൾ തന്നെ നടപടി ഉണ്ടായിട്ടുണ്ടാകും. അതായത് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടാകും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ളത് എന്നാണ്. KV ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ സമാന സ്വഭാവമുള്ള തരത്തിൽ ശിക്ഷാ നടപടി നേരിട്ട ആൾ തന്നെയാണ്. ഇത്തരം പ്രതികരണങ്ങൾ പക്ഷേ ഇതിപ്പോൾ ഒരു സ്ത്രീക്ക് നേരെയാണ്. അതും മരണപ്പെട്ട ഒരു സ്ത്രീ, ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട സ്ത്രീ. അവരുടെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെയാണ് ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മാധ്യമത്തിലൂടെ ഉള്ള പ്രതികരണം. അതിന് കൃത്യമായ മറ്റുള്ളവർക്ക് കൂടി സന്ദേശം നൽകുന്ന ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ? തീർച്ചയായും അഭിലാഷേ, അത്രത്തോളം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പരാമർശമാണ് ഇയാൾ നടത്തിയത്. അത് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും സാധാരണക്കാരൻ എന്ന നിലയിലും അത്തരത്തിൽ ഒരു പരാമർശം ഈ ഘട്ടത്തിൽ ഒരിക്കലും നടത്താൻ പാടില്ലാത്തതാണ്. അത് മാത്രമല്ല, അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനെതിരെ വളരെ മോശമായ ജാതീയമായ തരത്തിലുള്ള പോസ്റ്റ് ഇട്ട് അതിനൊരു നടപടി നേരിട്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം എന്നതാണ് ഇയാളുടെ മനോവൈകൃതം വ്യക്തമാക്കുന്നത്. കാരണം ഈ പോസ്റ്റ് നമുക്ക് പ്രേക്ഷകർ
പ്രേക്ഷകർക്ക് പങ്കുവെക്കാൻ പറയാൻ പോലും കൊള്ളാത്ത രീതിയിൽ ഒരിക്കലും ഒരു സാധാരണക്കാർ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇട്ടിട്ടുള്ളതെന്നാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും മന്ത്രി സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. കാരണം നേരത്തെ ഉണ്ടായ തരത്തിലുള്ള ഒരു നടപടി ആയിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് മന്ത്രി ഇതിൽ നൽകുന്നുണ്ട്. അതായത് ഒരു സസ്പെൻഷൻ ഇപ്പോൾ അന്വേഷണ വിധേയമായ ഒരു സസ്പെൻഷൻ മാത്രമാണ്. മന്ത്രി ഇതിൽ ജില്ലാ കളക്ടറോടും മറ്റു ഉദ്യോഗസ്ഥരോടും ഇതിന്റെ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയിൽ മാത്രം ഇത് ഒതുങ്ങില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ ഒരു താങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു സമയത്താണ്, ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് എന്നതാണ്. ഏതായാലും ഇയാൾ ഖേദം പ്രകടിപ്പിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു പ്രയോജനമില്ല. നേരത്തെ ഓട്ടോറിക്ഷ ഈ ഡ്രൈവർമാർക്കെതിരെയൊക്കെ ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം, ഒരു റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഈ ജാതീയമായും സ്ത്രീകളെ വളരെ മോശമായ പരാമർശം നടത്തുന്ന രീതിയിലുമൊക്കെ, അതും പൊതുവേദിയിൽ തന്നെ ഒരു പോസ്റ്റ് ഇടുക എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മനോനില ഒന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഇതിലുണ്ടാകും. ഇപ്പോഴും ഇയാൾക്കെതിരെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇയാളെ ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്ന രീതിയിലുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത്. അഭിലാഷ്. യെസ്, ശക്തമായ പ്രതിഷേധം, വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് പോയിട്ടുള്ളത്. റവന്യൂ മന്ത്രിയാണ് ന്യൂസ് 18നോട് തത്സമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.